ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലീനിങ് വ്ളോഗിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനലിൽ നിന്ന് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാനും വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്കും കൂടെ തരാനായിട്ട് മറന്നു പോകരുത് കേട്ടോ, പ്ലീസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്നത്തേത് ഒരു ക്ലീനിങ് വ്ളോഗ് തന്നെയാണ്, പക്ഷേ ഒരു ഡെയിലി ക്ലീനിങ്, ഡെയിലി റൊട്ടീൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ദിവസവും ഞാൻ ചെയ്യുന്ന ക്ലീനിങ് പരിപാടികൾ എന്ന് പറയാം. ആകെ ഒരു വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ അത് വരുമ്പോൾ പറയാം കേട്ടോ. അങ്ങനെ പോകെ പോകെ നമുക്ക് പറയാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഹാളിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഹാളിൽ നിന്നല്ല, സിറ്റ് ഔട്ടിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. നീലൂട്ടൻ്റെയും ചേട്ടായിയുടെയും കുറച്ച് ഷൂ ഒക്കെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ വെറുതെ കിടക്കുക. അത് ദിവസവും ഉപയോഗിക്കുന്നതാണെങ്കിൽ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ട് വിഷമവും ഇല്ല. പക്ഷേ എപ്പോഴും വേണ്ട, വല്ലപ്പോഴും ഒരിക്കൽ ഒരു ഫങ്ഷനോ അല്ലെങ്കിൽ ഒന്ന് അമ്പലത്തിൽ പോവാനോ ഒക്കെ ഇടുന്ന നമ്മുടെ ഷൂകൾ, ചെരുപ്പുകളൊക്കെ ഉണ്ടല്ലോ. കൂടുതലും ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഇടാനായിട്ട് മേടിക്കുന്ന ഷൂകളുണ്ടല്ലോ, വൈറ്റ് കളർ ഷൂ. ഇത് ഒരു ഫങ്ഷന് പോയിട്ട് വന്ന് ആ സിറ്റ് ഔട്ടിൽ അങ്ങ് ഊരിയിട്ടേക്കും. അവിടെ കിടന്ന് പൊടിയടിച്ച് അഴുക്കും കയറി അത് അവിടെ കിടന്ന് നശിക്കും. ഞാനാണെങ്കിൽ അത് കാണുമ്പം അകത്തെ നമ്മുടെ സ്റ്റോർ റൂം, നമ്മളിപ്പോൾ അലമാര വെച്ചേക്കുന്ന റൂമിലോട്ട് മാറ്റി വയ്ക്കും. എന്തെങ്കിലും ആവശ്യത്തിന് പോയിട്ട് അത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് തിരിച്ച് വീണ്ടും സിറ്റ് ഔട്ടിൽ ദാ കിടക്കുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് പറക്കി വീണ്ടും ഞാൻ അകത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്, സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, അഴുക്കൊന്നും കയറാതെ. പിന്നെ ഇതാ ഈ ഒരു കൊല നമ്മുടെ വീടിൻ്റെ ഓണർ കൊല വെട്ടിയപ്പോൾ നമുക്ക് തന്നത് ഇവിടെ വെച്ചിട്ട് പോയതാട്ടോ. സിറ്റ് ഔട്ടിൽ വെച്ചത് കൊണ്ട് നമുക്കുള്ളതാണെന്ന് മനസ്സിലായി, അതുകൊണ്ട് ഞാനങ്ങ് എടുത്തു. അതിലെ ഒരു പടലെടുത്ത് തോരനും വെച്ച് കേട്ടോ. പിന്നെ നമ്മുടെ ചെടികളെല്ലാം ഒന്ന് മാറ്റി ഒന്ന് തൂക്കാമെന്ന് വിചാരിച്ചു. സിറ്റ് ഔട്ട് ഇന്ന് തുടയ്ക്കണം. മൊത്തം പൊടിയും അഴുക്കും ഒക്കെ ആയിട്ട് നല്ല കോലത്തിൽ കിടക്കുക സിറ്റ് ഔട്ട് ഒന്ന് തുടയ്ക്കണം. നമ്മുടെ ചെടിയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാരണം നല്ല ഉഷാറിൽ നിൽക്കുന്നു എല്ലാവരും. ഇതുവരെ ബാക്കി ആർക്കും വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ സിറ്റ് ഔട്ടും കൂടി ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്നത്തെ ക്ലീനിങ്ങിൽ കാണിക്കുന്നത്. വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ ഇതെല്ലാം അടിച്ച് വാരി തൂത്ത് പൊടിയൊക്കെ തൂത്ത് കളഞ്ഞിട്ട് തറ ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തുടയ്ക്കാനായിട്ട് കൊതി വന്നു. തുടച്ചും കൂടി ആ ഒരു ഇതിൽ തുടയ്ക്കുമ്പം നല്ല ഭംഗിയായിരിക്കുമല്ലോ നമുക്ക് മുറിയൊക്കെ കാണാനായിട്ട്, തറ കാണാനായിട്ട്. അപ്പം ഞാൻ തൂത്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് മോപ്പും എടുത്തുകൊണ്ട് വന്ന് തുടച്ചും കൂടി അങ്ങ് ഇട്ടു. അതേ ഉള്ളൂ ഒരു വ്യത്യാസമെന്ന് പറയാൻ. ഞാനിത് ചെയ്യുന്ന സമയത്ത് യൂട്യൂബിൽ പാട്ടിട്ടുകൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ സർവ്വമായ സിനിമയിലെ പാട്ട് കേട്ടോണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ചില സമയത്ത് ജോലി നടക്കത്തില്ല, അതിലും നോക്കി പാട്ടും കണ്ട് ഇങ്ങനെ നിൽക്കുമായിരിക്കും, ഒരിടത്ത് ഇരിക്കത്തില്ല. തൂത്തോണ്ട് നിൽക്കുന്ന നിപ്പിൽ ടി വിയിലോട്ടൊന്ന് കണ്ണ് പോയി കഴിഞ്ഞാൽ ആ ചൂലും പിടിച്ചോണ്ട്, അതായത് ആ ബ്രഷും പിടിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കും. ആ പാട്ട് തീരുന്നവരെ അത് കണ്ടുകൊണ്ട് അങ്ങനെ നിൽക്കും. പിന്നെ തൂക്കുന്ന കാര്യമൊക്കെ നമ്മൾ മറന്നു പോകും. അങ്ങനെ സർവ്വമായയിലെ എല്ലാ പാട്ടുകളും ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ന് ക്ലീനിങ് സമയത്ത്. തുടക്കത്തിൽ ഞാൻ തോർത്തെടുത്തുകൊണ്ട് വന്നെങ്കിലും പിന്നീടാണ് ആലോചിച്ചത്, തൂക്കുന്ന മാത്രമല്ലേ ഉള്ളൂ, അതായത് പൊടിയൊന്നും അടിക്കുന്നില്ലല്ലോ നമുക്ക്. ഇപ്പം ചിലന്തി വലയോ ഒന്നും അടിക്കാനില്ല, പൊടി അടിക്കാനില്ല, ഒന്നുമില്ല. പിന്നെ എന്തിനാ നമ്മൾ തോർത്ത് കെട്ടുന്നതെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. കുറേ പേര് എനിക്ക് കമൻറ്റ് ചെയ്തു, തോർത്ത് കെട്ടി, അതായത് വായും മൂക്കും കെട്ടിക്കഴിഞ്ഞ് തലയും കൂടെ കവർ ചെയ്തിട്ട് ക്ലീനിങ് ചെയ്യണേന്ന്. അത് ഞാൻ വേറെ വ്ളോഗിൽ ചെയ്യാം കേട്ടോ. പിന്നെ വേറൊരു കമൻറ്റ് കണ്ടത് ബാത്റൂം ക്ലീനിങ് ആണ്. സത്യം പറഞ്ഞാൽ ബാത്റൂം ക്ലീനിങ്ങിന് അതിന് വേണ്ടുന്ന സാമഗ്രികളൊന്നും എൻ്റെ അടുത്തില്ല. അതായത് അതിൽ കമൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഗ്ലൗസ്, മാസ്ക്, പിന്നെ ബാത്റൂമിൽ നമ്മളിടുന്ന ചെരുപ്പുണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ട് ബാത്റൂം ക്ലീൻ ചെയ്യുന്നത്, ബ്രഷൊക്കെ വെച്ചിട്ട് ലോഷനൊക്കെ ഒഴിച്ച് ക്ലീൻ ചെയ്യുന്നതാണ് ഒരു കമൻറ്റ് വന്നത്. പക്ഷേ ആ കമൻറ്റിൽ പറഞ്ഞ സാധനങ്ങളൊന്നും എൻ്റെ പക്കലില്ല. നോക്കാം, നമുക്ക് ചെയ്യാം, എല്ലാം ചെയ്യാം. നമുക്ക് തന്നെയല്ല, നമ്മുടെ ഇവിടുത്തെ
നമ്മളിപ്പോൾ താമസിക്കുന്നിടത്തെ വീട്ടിലെ ബാത്റൂം എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞി ബാത്റൂമാണ്. അവിടെ സ്റ്റാൻഡും വെച്ച് എനിക്ക് ക്ലീനിങ്ങും കൂടെ ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥലം ഇല്ല അതിനകത്ത്, സത്യം പറഞ്ഞാൽ. അതൊന്നുണ്ട്. പിന്നെ ഗ്ലൗസ് എൻ്റെ അടുത്തില്ല, മാസ്ക് ഇല്ല എൻ്റെ കയ്യിൽ, ചെരുപ്പ് ബാത്റൂമിലിടുന്ന ചെരുപ്പില്ല, ഇതൊന്നുമില്ല എൻ്റെ കയ്യിൽ. അതുകൊണ്ടാണ് നമുക്ക് ചെയ്യാം, വഴിയേ ചെയ്യാം, ചെയ്യുന്നതായിരിക്കും ഞാൻ ആ ഒരു വ്ളോഗ്. എന്തായാലും അതിനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് യൂട്യൂബിൽ നിന്ന് നല്ല രീതിയിൽ വരുമാനമൊക്കെ വരട്ടെ, അപ്പോൾ നമുക്ക് അതൊക്കെ ചെയ്യാം കേട്ടോ. എല്ലാ സാധനങ്ങളും ഒക്കെ വാങ്ങിച്ച് ക്ലീനിങ്ങിൻ്റെ പ്രോപ്പറായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഞാൻ ചെയ്യുന്നതായിരിക്കും ആ ഒരു വീഡിയോ, ഞാൻ വാക്ക് തെറ്റിക്കത്തില്ല, ചെയ്യും കേട്ടോ. പിന്നെ നേരെ നമ്മുടെ റൂമിലോട്ട് കയറിയപ്പം കസേര നിറയെ ഒരു കെട്ട് തുണികളുണ്ട്. ഇത് എല്ലാം നനച്ച തുണികളാണ് കേട്ടോ. നനച്ച തുണികൾ അങ്ങനെ കൊണ്ടുവന്ന് ഉണങ്ങിയത് കസേരയിലോട്ട് അങ്ങ് ഇരിക്കും. കസേര വെറുതെ കിടക്കുന്ന കാണുമ്പോൾ നമുക്കൊരു ത്വര തോന്നും എന്തെങ്കിലും അതിൽ വെക്കാനായിട്ട്. അതിപ്പോൾ ഹാളിൽ കസേര കിടന്നാലും നമ്മൾ ഈ തോർത്തൊക്കെ ഉണ്ടല്ലോ, തലയൊക്കെ തോർത്തിയിട്ട് തോർത്ത് കൊണ്ടുവന്ന് ആ കസേരയിലോട്ടങ്ങ് ഇടും. അങ്ങനെയാണ് ഇവിടെ ചേട്ടായിയൊക്കെ ചെയ്യുന്നത്. ചേട്ടായി പിന്നെ കതകിലായിരുന്നു, ഫ്രണ്ട് ഡോറുണ്ടല്ലോ, ഫ്രണ്ട് ഡോറിലിങ്ങനെ തോർത്ത് വിരിച്ചിടും. അത് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും കേട്ടോ. ഞാൻ എടുത്തുകൊണ്ട് വന്ന് റൂമിലിടും. അങ്ങനെ റൂം ഒരു കോലത്തിൽ കിടക്കുക കേട്ടോ. അങ്ങനെ അതെല്ലാം തുണികളും എല്ലാം ഒന്ന് മടക്കി വെച്ചു. ചേട്ടായിയുടെ ഇത്രയും ഷർട്ടും നനച്ചതൊന്നുമല്ല. ഇന്നലെ മീറ്റിങ്ങിന് പോകാനായിട്ട് പാക്ക് ചെയ്യാൻ സമയത്ത് മീറ്റിങ്ങിന് ഇടാനുള്ള ഒരു ഷർട്ട് തപ്പിയതാണ് ഇത്രയും ഷർട്ടുകളും ഈ തറയിലും കസേരയിലും വന്നത്. പിന്നെ അതെല്ലാം ഒന്ന് മടക്കി സെറ്റാക്കി വെച്ചിട്ട് ഇനി റൂം ഒന്ന് തൂക്കണം. ബെഡ്ഷീറ്റ്, നല്ല ബെഡ്ഷീറ്റ് കുറച്ച് 2-3 ഞാൻ അലമാരിയിലോട്ട് അങ്ങ് ആക്കിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ ബെഡ്റൂമിലെ കബോർഡിന് ഡോറില്ലാത്തത് കൊണ്ട് പാറ്റ കയറി മേയുന്നുണ്ട് നമ്മുടെ ഈ കബോർഡിനകത്ത്. ഒന്നാമത്തെ എനിക്ക് പേടി, കബോർഡ് ഒതുക്കണം, പക്ഷേ അതിന് സമയം കിട്ടുന്നില്ല എനിക്ക്. പേടി എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കല്യാണ ആൽബവും അങ്ങനത്തെ കുറേ ഫയലുകളും ഡോക്യുമെൻറ്റ്സും ഒക്കെ അതിനകത്ത്, അതൊക്കെ ഒന്ന് എടുത്ത് നോക്കണമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ സമയം കിട്ടുന്നില്ല. ഇതെല്ലാം ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് വരുമ്പോഴത്തേനും ടയേർഡായി പോകും. പിന്നെ എവിടെയെങ്കിലും കിടന്നാൽ മതി. പിന്നെ വല്ല ചാതി തൂക്കാനായിട്ട് മെത്ത എടുത്ത് 2 കസേര എടുത്ത് വെച്ചിട്ട് മെത്ത എടുത്ത് എങ്ങനെയൊക്കെയോ അതിൻ്റെ മുകളിൽ ആക്കി വെച്ചിട്ടുണ്ട്. ശ്വാസം മുട്ടിപ്പോയി കേട്ടോ. ശ്വാസം പിടിച്ചു വെച്ചിട്ടായിരുന്നു മെത്ത എടുത്ത് മുകളിലിട്ടത്. അങ്ങനെ റൂമെല്ലാം അങ്ങ് തൂത്തു. അത് കഴിഞ്ഞ് നേരെ ഹാളിലോട്ട് വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം നടന്നത്. ഇനി ബെഡ്ഷീറ്റ് വിരിച്ചില്ലല്ലോ. ബെഡ്ഷീറ്റും കൂടെ വിരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓൾമോസ്റ്റ് പണികളെല്ലാം കഴിഞ്ഞു. ഡെയിലി നമ്മൾ റൊട്ടീനായിട്ട് പോകുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. ക്ലീനിങ് റൊട്ടീനെല്ലാം കഴിഞ്ഞു. എല്ലാം ഒന്ന് വലിച്ചു വാരിയിട്ടേക്കുന്ന കളിപ്പാട്ടങ്ങൾ അതെല്ലാം ഒന്ന് പറക്കി വയ്ക്കും. പിന്നെ ബെഡ്ഷീറ്റ് വിരിക്കും, തട്ടിക്കുടഞ്ഞ് വിരിക്കും. പിന്നെ തറയിൽ കിടക്കുന്ന കളിപ്പാട്ടങ്ങളും എല്ലാം പറക്കി വയ്ക്കും. പിന്നെ അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരി വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ അടുക്കി പറക്കി അതാത് സ്ഥാനത്ത് കൊണ്ടുവയ്ക്കും. റൂം ഒതുക്കും, ഉണങ്ങിയ തുണികൾ മടക്കി വയ്ക്കും, തൂത്തുവാരും, തറ തൂത്തുവാരും. ഇത്രയാണ് നമ്മുടെ ഡെയിലി റൊട്ടീനിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ. പക്ഷേ ഇത്രയും കാര്യങ്ങളും ചെയ്ത് തറ നല്ല നീറ്റായിട്ട് പൊടിയൊന്നും ഇല്ലാതെ കിടന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ഇതിൽ തുടച്ചും കൂടി അങ്ങ് പോയി കഴിഞ്ഞാൽ ഇത്തിരി കൂടെ വൃത്തിയായിട്ട് കിടക്കുമല്ലോ, കുറച്ചധികം ദിവസമായി തുടച്ചിട്ട്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് വേറൊരു വ്ളോഗ് ചെയ്യണം. അതും ഒരു കമൻറ്റ് വന്നതാണ് കേട്ടോ. എനിക്ക് കമൻറ്റ് വന്നതാണെന്ന് പറയുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാവുന്നതിലപ്പുറമുള്ള സന്തോഷമാണ്. കാരണം കുറച്ച് പേരെങ്കിലും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കമൻറ്റ് ഇടുന്നുണ്ടല്ലോ, നമ്മളോട് പറയുന്നുണ്ടല്ലോ, അത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഡോറ്, ജനൽ, ഫാന്, ഫ്രിഡ്ജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടയ്ക്കുന്നത്, വെള്ളം നനച്ച് തുടയ്ക്കുന്നതും ഒക്കെ ആയിട്ടൊരു വ്ളോഗ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വൈകാതെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അത് ഞാനിപ്പോൾ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് ചേട്ടായി ഇവിടെ ഇല്ല. ഞാൻ ഈ ഏന്തി വലിഞ്ഞ് ഈ മേശയൊക്കെ പിടിച്ചിട്ട് ഏന്തി വലിഞ്ഞ് കയറി ഫാന് തുടച്ചുകൊണ്ടിരിക്കുന്നു. കാല് സ്ലിപ്പായി താഴെയെങ്ങാനും വീണ അവിടെ കിടക്കാമെന്നേ ഉള്ളൂ. ചേട്ടായി നാട്ടിലുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ചേട്ടായി ഇപ്പോൾ തൃശ്ശൂരാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സാഹസത്തിന് മുതിരാഞ്ഞത്. സാധാരണ ഫാനൊക്കെ തുടയ്ക്കുന്നത് ചേട്ടായിയാണ് കേട്ടോ. പിന്നെ ചേട്ടായി ഉള്ള ദിവസം ഞാൻ ചേട്ടായിയും കൂടെ നിർത്തിയിട്ട് ഒന്ന് 2 പേർക്കൂടെ ഒന്ന് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിങ് ആണ്. ചേട്ടായി ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമാണ് ഫാനൊക്കെ തുടയ്ക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ റൂമും ഹാളും എല്ലാം തൊണ്ടയിൽ കിച്ച് കിച്ച് വന്നതാണ് ഇടയ്ക്ക് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ.
പിന്നെ ഹാളും റൂമും എല്ലാം സിറ്റ് ഔട്ടും എല്ലാം തുടച്ച് വൃത്തിയാക്കി നീറ്റാക്കിയിട്ട് അപ്പം തന്നെ അങ്ങനെ എന്താ പറയുക പളപള തിളങ്ങി കിടക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം കേട്ടോ. പിന്നെ പേളിമാണി ഷോയാണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം സിറ്റ് ഔട്ടും തേച്ച് കഴുകി അങ്ങോട്ട് വൃത്തിയാക്കി നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചെടികളെല്ലാം ഇരിക്കുന്ന കണ്ടില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എഴുതി അറിയിക്കാനും മറക്കരുത്. അത് വായിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റൂല. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.